എൻ്റെ കൂടെ ഇപ്പോഴുള്ളത് കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ അനിലാണ്. ഈ ദുരന്തമുണ്ടായ രാത്രിയിൽ ആദ്യം ഫയർ സ്റ്റേഷനിലേക്ക് വന്ന കോൾ അറ്റൻഡ് ചെയ്തത് അദ്ദേഹമായിരുന്നു. പിന്നീട് തുടർച്ചയായി നിരന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടുത്തെ രക്ഷാദൗത്യങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുകയും ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ് അനിൽ സാർ. അദ്ദേഹം എന്താണെന്ന് രാത്രിയിൽ സംഭവിച്ചത് എന്നതിൻ്റെ കുറെ കൂടി നേർചിത്രം നമ്മൾ കണ്ടതിനേക്കാൾ അറിഞ്ഞതിനേക്കാൾ ഒരുപക്ഷെ ആദ്യ മിനിറ്റിൽ തന്നെ അവിടെ എത്താൻ കഴിഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകാൻ കഴിയും. സാർ, എന്തായിരുന്നു അന്ന് രാത്രിയിൽ സംഭവിച്ചത്? സാറിന് വന്ന കോളിന്റെ സ്വഭാവം എന്തായിരുന്നു? അതായത് രാത്രി ഒരു 1:45 സമയത്താണ് കോൾ വരുന്നത്. വിളിക്കുന്ന ആളുടെ പേര് മണികണ്ഠൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സാറേ മുണ്ടക്കൈയിൽ ഉരുൾ പൊട്ടിയിട്ടുണ്ട്, ഞങ്ങളുടനെ മരിക്കും. പിന്നെ ഒരു കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങളുടനെ 2 വാഹനത്തിലായിട്ട് 12ഓളം ജീവനക്കാർ അവിടെ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴുള്ള അവസ്ഥ, ഇവിടെ എത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം പോരുന്ന വഴിക്ക് ശക്തമായ മഴ, മണ്ണിടിച്ചിൽ, പിന്നെ 1-2 സ്ഥലത്ത് എന്താ പറയുക മരം വീണ് കിടക്കുന്നു. അതൊക്കെ മുറിച്ച് ഞങ്ങൾ ഒരു 2-2:30 ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഞാൻ വളരെ ഭീകരമായ അവസ്ഥ. കാരണം കൂരിട്ട് വെളിച്ചങ്ങളൊന്നുമില്ല. പിന്നെ ഓരോ ചവിട്ട് നല്ല ചെളിയല്ല, മുട്ടോളം ചെളിയാണ്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം താണ്ടി ഇങ്ങനെ കടന്നു വരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിളിച്ചതിന് വേണ്ടി ഞങ്ങളുടെ ടവർ ലൈറ്റ് കത്തിച്ചു. പക്ഷേ ഇത് എങ്ങോട്ട് പോകണമെന്ന് തിരിയുന്നില്ല. അപ്പോൾ നാട്ടുകാർ കുറച്ച് പേരുണ്ട്, പിന്നെ പോലീസിൻ്റെ 2 ആൾക്കാർ, 3 റവന്യൂ ജീവനക്കാരുണ്ട്. അപ്പോൾ അവർ നാട്ടുകാർ പറയുന്നത്, സാർ അങ്ങോട്ടുള്ള പാൽ ഒരിച്ചു പോയി അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയും. അപ്പോൾ നമുക്കതൊന്നും തിരിയുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് നടന്നു വന്നു ഞങ്ങൾ കുറച്ച് പേര്. അപ്പം ആ സ്കൂളിൻ്റെ വരാന്തയിൽ ഒരു സ്ത്രീ കിടപ്പുണ്ട്, അതിന് ജീവനുണ്ട്. അപ്പോൾ ആ സ്ത്രീയെ രക്ഷിച്ച് ഞങ്ങൾ പുറത്തുകൊണ്ടുപോയി. പിന്നീട് ഞങ്ങൾ വീണ്ടും സെർച്ചിങ് ആരംഭിക്കുക. അപ്പോൾ ആ സമയത്ത് 2ാമത്തെ പൊട്ട് വരുന്നത്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞ് ഓടിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുകളിൽ കയറുന്നതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പോൾ പിന്നീട് എന്താ പറയുക, ഞങ്ങൾക്ക് അങ്ങനെ നോക്കിയേക്കാൻ പറ്റിയല്ലോ, ഞങ്ങളുടെ സേന അങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ കാണുന്ന ആ കുന്നിൻ്റെ മുകളിൽ കൂടെ ആ സ്ഥലത്തേക്ക് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെല്ലാൻ നേരത്ത് ആ കാണുന്ന വീടിൻ്റെ മുകളിലാണ് 10-12 പേര് ഉണ്ടായിരുന്നു ജീവനോടെ. താഴെയുള്ള വീട് കാണാം. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഏകദേശം വീടുകളും പോയി. ആ 2-3 വീടുകൾ മാത്രം സേഫായി നിൽക്കുകയാണ്. അതിൻ്റെ 2ാം നിലയിലാണ് ഈ ആൾക്കാർ നിൽക്കുന്നത്. അവരെല്ലാം ചെളി പൊഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവർ ടോർച്ച് അടിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഉരുൾപൊട്ടിൻ്റെ ആ ശബ്ദത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് അതിഗംഭീരമായ എന്താ പറയുക ഹുങ്കാര ശബ്ദം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ശബ്ദത്തിലാണ് ആൾക്കാർ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അത് വളരെ അത്ഭുതമാണ്. ശരിക്കും അത്ഭുതമായിട്ട് അവർ ജീവൻ തിരിച്ചു കിട്ടുക. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഏകദേശം നേരം വെളുക്കാറാകുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഈ ഭീകരാവസ്ഥ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ നേരം വെളുക്കാറായപ്പോഴത്തേക്കും അവിടെ ചെല്ല് നോക്കുമ്പോൾ ചുറ്റും വെള്ളമാണ്. ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. കാരണം അതിൻ്റെ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓണർ, ആ വീടിൻ്റെ ഓണർ, അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്, സാർ ആദ്യത്തെ ഉരുൾപൊട്ടുന്ന സമയത്ത് എൻ്റെ ഭാര്യ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇല്ലാന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഉടനെ തന്നെ നമ്മുടെ ലാഡർ വെച്ചിട്ടുണ്ട്. ലാഡർ എടുത്തിട്ട് അവിടെ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഞങ്ങൾ വെച്ചു. എന്നിട്ട് ജീവനക്കാർ 2 ഭാഗത്തോട്ട് നിന്ന് ആൾക്കാർ 12 പേരെ രക്ഷിച്ചുകൊണ്ട് വന്നു. ഇടയ്ക്ക് വൈകാരി ഇതാണ്. അപ്പോൾ അത് പറയാൻ അദ്ദേഹത്തിന് പോലും കഴിയുന്നില്ല. ഇത് ഒരുപക്ഷെ ആദ്യം ഈ കാഴ്ചകൾ കണ്ട ഒരാളാണ്. കാരണം ആദ്യം ഈ കോള് വരികയും ആ മണികണ്ഠനെ പിന്നീട് കണ്ടിരുന്നു. മണികണ്ഠൻ ഞാൻ വിളിച്ചിരുന്നു. ജീവനോടെ ഉണ്ട്, ക്യാമ്പിലുണ്ടല്ലേ? ക്യാമ്പിലുണ്ട്. അദ്ദേഹം മുണ്ടക്കൈയിലായിരുന്നോ? മുണ്ടക്കൈന്ന് വിളിച്ചിരുന്നു അദ്ദേഹം. മുണ്ടക്കൈയിലാണ് ഉരുൾപൊട്ടിയെന്ന് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരുടെ സൗകര്യം നഷ്ടപ്പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ വീടിന് മുകളിൽ കുടുങ്ങിയവരെ പിന്നെ മുകളിൽ കുടുങ്ങിയാൽ നമ്മൾ ലാഡറിലാണ് കടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ ജീവനക്കാർ 2 ഭാഗത്ത് നിന്നിട്ട് കൈ പിടിച്ച് കടത്തിക്കൊണ്ട് വരുന്നത്. അതിലെല്ലാവരും ചെളിയിൽ പൂട്ടിരുന്നു. ചെളിയിൽ നിറഞ്ഞ് പൂട്ടുന്ന ആൾക്കാരാണ് രക്ഷിച്ചത്. പിന്നീട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ പിന്നീട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് കടക്കാനുള്ള അന്നൊരു സംവിധാനമില്ല. അപ്പോൾ ആദ്യം NDRFുകാർ ഒരു സിപ്പ് ലൈൻ കെട്ടിയിരുന്നു. പക്ഷെ അതിലൂടെ കാര്യമായിട്ട് സ്പീഡിൽ കാര്യം നടക്കുന്നില്ല. പിന്നെ ഒഴുക്കാണ്. പിന്നീട് ഞങ്ങൾ തന്നെ ഒരു അഡീഷണൽ സിപ്പ് ലൈൻ കെട്ടി ഞങ്ങൾ ജീവനക്കാർ ഇവിടെ വന്നു. മുകളിൽ ചെല്ലുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 4 ഇരട്ടി വീതമാണ് മുണ്ടക്കൈയിൽ. അപ്പം എന്താ പറയുന്നത്, ഈ മുട്ടായി കടലാസ് ഇങ്ങനെ നിരത്തിയിട്ടെന്ന പോലെ ബോഡിയിൽ കിടക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ അവിടെ അടിക്കടിക്ക് വെച്ച് പോന്നു. പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ മനുഷ്യ ശരീരം ഇങ്ങനെ അടുക്കി കിടക്കുന്ന ഒരു കാഴ്ച നേരിട്ട് കണ്ട, ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന കാഴ്ച നേരിട്ട് കണ്ടതിന്റെ ഒരു വൈകാരിക പ്രതിസന്ധി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പിന്നെ മുണ്ടക്കൈയിൽ നിന്ന് പിന്നെ എങ്ങനെയാണ് ഡെഡ് ബോഡിയൊക്കെ താഴേക്ക് കൊണ്ടുവന്നത്? താഴേക്ക് ഞങ്ങൾ അന്ന് ഇവിടെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പിൽ നാട്ടുകാരുടെ ആരുടെ ജീപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ ജീപ്പിൽ ഞങ്ങൾ ഫ്യൂൽ നിറച്ചിട്ട് ഫയർഫോഴ്സിൻ്റെ ജീവനക്കാർ അതിൻ്റെ എല്ലാം ഷട്ടിലടിക്കാറ്. ഈ 2 ബോഡി വെച്ച് ഷട്ടിലടിച്ചു. ഇവിടെ നമ്മുടെ സിപ്പ് ലൈനിൽ കടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ അതിവൈകാര്യമായിട്ടൊരു സംഭവം മുകളിൽ നടന്നിരുന്നു. ഒരു വീട്ടിൽ അച്ഛൻ അമ്മ മരിച്ചു കിടക്കുന്നു. മുണ്ടക്കൈയിൽ അതിലെ ഒരു മകൻ ജീവനുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അവൻ്റെ കാലിലൊരു കമ്പി കയറിയിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, സാറേ എന്നെ രക്ഷിച്ചു, പക്ഷേ എൻ്റെ കൂടുതൽ എൻ്റെ സഹോദരനുണ്ട്, അവൻ ഇത്രയും തന്നെ എന്നോട് സംസാരിച്ചിട്ടിരുന്ന. പക്ഷേ ആ ഇടിഞ്ഞു വീടായ കെട്ടിടത്തിൽ നിന്ന് അവനെ രക്ഷിച്ചു. പക്ഷേ 2ാമത് നമ്മൾ ചെല്ലുമ്പോൾ മറ്റേ സഹോദരനെ കാണാനില്ല. ഇല്ല. കൊച്ചുകുട്ടികൾ. അപ്പം പിന്നെ രക്ഷോട്ടം ക്യാമ്പിലുണ്ട്. പക്ഷെ അവൻ്റെ ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു. അമ്മയും അവൻ്റെ സഹോദരനും പോയി. എല്ലാവരും പോയി.
അപ്പോൾ ഇതാണ് SK. ഞാൻ ഇനിയിപ്പം അനിൽ സാറിനോട് എന്തെങ്കിലും കൂടുതൽ ചോദിക്കണ്ട, കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരു പേര് പറഞ്ഞില്ല. കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ ഈ അനുഭവ സാക്ഷ്യങ്ങൾ വളരെ നെഞ്ചിടിപ്പോടെ മാത്രമേ കേൾക്കാൻ കഴിയൂ. അത്ര ഉള്ളിലേക്കുന്ന അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥനാണ് ആദ്യം ആ കോൾ അറ്റൻഡ് ചെയ്ത് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള അനുഭവം. കൺമുമ്പിൽ ആളുകൾ മാഞ്ഞു പോകുന്നതിന് കൂടി സാക്ഷ്യം വഹിച്ച ജീവനക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് അനിൽ എന്നാണ്. ഓക്കെ പറയൂ വിജയകുമാർ. അദ്ദേഹത്തിന്റെ പേര് അനിൽ എന്നാണ് സാർ. അനിൽ എന്നാണ് SK. അദ്ദേഹത്തിന്റെ പേര് അനിൽ എന്നാണ്. അദ്ദേഹം കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ അല്ലേ, സീനിയർ ഓഫീസറാണ്. SK പറയുകയായിരുന്നു, ഇത് കേട്ട് നിൽക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കാത്ത തരത്തിൽ ഉള്ള വാക്കുകളാണ് സാർ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ പിന്നെ എപ്പോഴേക്കാണ് ഈ രക്ഷാദൗത്യം ഒന്ന് നോർമൽ? പിന്നീട് നോർമലാന്ന് വെച്ചാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബത്തേരി മാനന്തവാടി നിലയങ്ങളിൽ നിന്ന് ജീവനക്കാർ എത്തി. പിന്നെ ബാക്കി ജില്ലകളിൽ നിന്നു. പിന്നീട് നിൽക്കുന്ന ഒരു 7-8 മണിയാകുമ്പോഴത്തേക്കും സജീവമായി കാര്യങ്ങളൊക്കെ. പിന്നെ അന്ന് ഒരു പാലമില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു താൽക്കാലികമായിട്ടുള്ള പാലം ആദ്യമായിട്ട് നിർമ്മിക്കുന്ന ഫയർഫോഴ്സായി താഴ്ഭാഗത്ത്. കാരണം നമ്മുടെ ലാഡർ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. പക്ഷേ അതിലൂടെയാണ് പിന്നെ അവസാനം മറ്റേ മുണ്ടക്കൈയിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാർ പിന്നെ കുടുങ്ങി കിടന്നവരെ കൊണ്ടുവരും. അന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ശേഷം അപ്പോൾ ഏകദേശം ഒരു 100-300 ആൾക്കാർ നമ്മൾ ആ ലാഡർ കൂടെയാണ് അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു പാലത്തെ കൂടെയാണ് ടെമ്പറായിട്ട് കൊണ്ടുപോയത്. പിന്നീട് ബാക്കി സേനകളൊക്കെ എത്തി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ഫയർഫോഴ്സിന്റെ 600ഓളം സേനകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും, തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സാറിന് പേഴ്സണലി ഈ നാട്ടിലുള്ളവരൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നല്ലോ അല്ലേ? പിന്നെ ഞങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. തലേദിവസം തന്നെ ഇവിടെ ഒരു കോൾ ഉണ്ടായിരുന്നു, മണ്ണിടിച്ചിട്ട് ഞങ്ങളിവിടെ വന്നിരുന്നു. ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ എന്തെങ്കിലും തീരുമാനം അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നോ നേരത്തെ? എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് ഇവിടെ ആൾക്കാർ മാറാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത്ര ആഴത്തിലാണ് തോട്, മുകളിലേക്ക് വെള്ളം കയറില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ഉരുൾപൊട്ട് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ മുണ്ടക്കയിലെ ഭീകര കാഴ്ചയായിരുന്നു അല്ലേ ആ ദിവസം? ആ സങ്കടം അല്ലേ? അതിൽ ജീവനുള്ളവരെ നമുക്ക് ആ സമയത്ത് താഴെ കൊണ്ടുവരാൻ പരിമിതമായ സൗകര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ജീവനുള്ള ആൾക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടിരുന്നു. ബാക്കിയെല്ലാം ഡെഡ് ബോഡികൾ മാത്രമായിരുന്നു. എല്ലാവരും അടുക്കി വെക്കുകയായിരുന്നു. അതൊക്കെ പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴാണല്ലേ കൊണ്ടുവരാൻ? വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബോഡികളൊക്കെ അന്ന് കണ്ട ബോഡികളൊക്കെ എടുത്തിരുന്നു. LSP ലൈനിൽ കൂടെ നമ്മൾ രാത്രിയിലും വർക്ക് ചെയ്ത് നമ്മൾ അപ്പുറത്ത് എത്തിച്ചിരുന്നു. ഇതിൽ നമുക്ക് കാണാതായവർ എത്ര എന്നതിൽ എന്തെങ്കിലും ഒരു കണക്ക് ഫയർഫോഴ്സിനുണ്ടോ സാറേ? കൃത്യമായിട്ട് കണക്ക് ഫയർഫോഴ്സ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇല്ല. പിന്നെ അവിടെ ചെടിയിൽ പൂണ്ടുപോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ ജീവനോടെ രക്ഷിച്ചു. അയാളുടെ കൈ ഇങ്ങനെ പുറത്ത് നമ്മൾ കാണുന്നുണ്ട്, ദൂരെ നിന്ന് കാണാം. പക്ഷേ പോകുന്ന വഴിക്കെല്ലാം പാർക്കെട്ടുകളും വളരെ ഒഴുക്കുമാണ്. അതായത് ആദ്യ ദിവസം തന്നെയാണ്. അപ്പോൾ നമ്മുടെ വലിയ ലാഡർ ഏകദേശം ഒരു 35 ഫീറ്റ് ഉള്ള ഒരു ലാഡർ, ഒരു 19 കിലോ വെയിറ്റ് ഉണ്ട്. അത് എടുത്താണ് നമ്മൾ പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ഒരു പാറയിൽ നിന്ന് അടുത്ത പാറയിലേക്ക് വെച്ച് നമ്മളിവിടെ പോവുകയാണ്. അപ്പോൾ ഈ സഹോദരൻ അവിടെ ഇങ്ങനെ ഇത്രയും കരുത്തോളം താന്ന് കിടക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു സഹപ്രതി നിബിൽദാസാണ് അദ്ദേഹത്തെ ആ ചെളിയിലിറങ്ങി വലിച്ച് പുറത്ത് രക്ഷിക്കുന്നത്. ജീവനോടെ എടുത്തു. അത് ഈ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിൽ സന്തോഷ വാർത്തയാണ്. ഈ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പോയി. കാരണം അവർക്ക് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളല്ലേ. ഈ വെള്ളാർമല സ്കൂളിന്റെ അവസ്ഥ എന്തായിരുന്നു സാർ ചെല്ലുമ്പോൾ? സാർ ആദ്യം അവിടെ അല്ലേ എത്തിയത്? വെള്ളാർമല സ്കൂൾ, അതെ. ആ സ്കൂളിൽ നിറച്ചും ചെളിയും മരവും കല്ലും. അതിൻ്റെ അകത്ത് എത്ര പേര് അകപ്പെട്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എന്താ പറയുക, അതിഭീകരമായ അവസ്ഥയായിരുന്നു, കാണാൻ പറ്റില്ല. വെള്ളാർമല സ്കൂളിന് മുകളിൽ സ്കൂൾ റോഡിന് മുകളിൽ കുറേ വീട്, ഞാൻ നടന്നപ്പോൾ കുറേ വീടുകൾ കണ്ടു. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒന്നും ബാക്കിയില്ല. അപ്പോൾ അതിൽ കുറേ ആളുകൾ ആ മേളിലെ തേയിലത്തോട്ടത്തിലേക്ക് കയറി, അതിന്റെ വലതുവശത്തുള്ളവർ. പക്ഷേ ഇടതുവശത്തുള്ളവർ അതുപോലെ പാടി അവിടെ ലയങ്ങളുണ്ടായിരുന്നല്ലോ, അതൊക്കെ അതിന്റെയൊക്കെ അവസ്ഥ അവിടെ ഒന്നും ഇല്ല ഇപ്പോൾ ബാക്കി. സാറിന് അവിടെ ആ ഭാഗത്തേക്ക് ആ സമയത്ത് പോകാൻ പറ്റിയിരുന്നോ? എല്ലാ സമയത്ത് ഉടനെ പോകാൻ പറ്റിയില്ല. കാരണം ആദ്യം കുത്തൊഴുക്കാണ്, വീണ്ടും ഉരുൾ പൊട്ടുമെന്ന് സംശയം ഉണ്ടായിരുന്നു. എങ്കിലും ശരി, നമ്മൾ എന്താ പറയുക, അവൻ്റെ ജീവൻ തരണവൽക്കരിച്ചതിൽ പോയിരുന്നു. എത്രമായി നഷ്ടം വന്നിട്ടെന്ന് കൃത്യമായിട്ട് പറയാൻ. ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടി അതാണല്ലോ മാരകമായത്. ആ സമയത്ത് എവിടെയായിരുന്നു? കാലം വളരെ ശക്തമായ ഉരുൾപൊട്ടായിരുന്നു. ആ സമയത്ത് എവിടെ? ആ സമയത്ത് സ്കൂളിൽ അവിടെ ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നാട്ടുകാർ പറയുന്നത് ഓടിക്കൂ ഉരുൾപൊട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ശക്തമായി ഓടുകയാണ്. കാരണം കാലിൽ ഗംബൂട്ട് നിറച്ചും ചെളി. പക്ഷേ എങ്ങോട്ട് ഓടുന്നത് തിരുട്ടാണ്, തോട്ടിലേക്കാണോ കാട്ടിലേക്കാണോ. പക്ഷേ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. എന്തായാലും മേളിലേക്ക് കയറി. പക്ഷെ ഞങ്ങളുടെ ജീവനക്കാർ കുറച്ചുകൂടി താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ പറ്റിയായിരുന്നു കൂടുതൽ ആശങ്ക. പക്ഷെ അവർക്കും സംഭവിച്ചില്ല. ഇതാണ് ഇതിന്റെ ഒരു മെന്റൽ ഒരു ട്രോമ, അത് ഇതുവരെ മാറിയില്ല അല്ലേ? സാറിന് സ്വദേശം എവിടെയാ? കൽപ്പറ്റ തന്നെയാണല്ലേ? ശരി.
അപ്പം എസ്കൻ ഇതാണ് ഇപ്പോഴിത് പറയുമ്പോഴും അനിൽ സാറിന് ഇങ്ങനെ കണ്ണ് നിറയാണ്, പല വാക്കുകളും മുഴുവിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ പറയാറുണ്ട് ഈ സേനാംഗങ്ങളൊക്കെ വലിയ കരുത്തരായിരിക്കും, പക്ഷേ എസ്കൻ ഈ ഒരു കാഴ്ച കണ്ടാൽ എത്ര കരുത്തുള്ളവരും ഈ മാനസികമായി വലിയ കരുത്തുണ്ടെന്ന് വീമ്പടിക്കുന്ന ഒരാൾക്കും ഇത് എനിക്ക് തോന്നുന്നത് കണ്ണ് നിറയാതെ അല്ലെങ്കിൽ മനസ്സലിയാതെ കേൾക്കാൻ കഴിയില്ലെന്ന്. അത്തരം അതിഭീകരമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അപ്പം നമ്മൾ വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ കണ്ടത് ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതും കേട്ടതും ഒന്നുമല്ല. ഇത് ആദ്യം ഇത് അറിഞ്ഞ ഇതിൽ പെട്ടുപോയവർക്ക് രക്ഷാകരം നീട്ടിയ ഒരാളാണ്. അപ്പോൾ എത്ര ഹൃദയവേദനയോടെ അപ്പം അദ്ദേഹം ഇത് വിശദീകരിക്കുന്നത്. എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു സാറൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇനി എത്ര കാലം കഴിഞ്ഞാലും ഈ കാഴ്ചയും ഈ നിലവിളിയും മാറില്ല അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാം പഴയതുപോലെ ആവട്ടെ എന്ന് നമുക്കൊക്കെ ആഗ്രഹിക്കാം സാർ. താങ്ക് യു. അപ്പോൾ അതാണ് അദ്ദേഹം അത് വിശദീകരിച്ചത്. ഇതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് അനിൽ സാറിന്റെ മാത്രം ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കില്ല.